വൺ ഡേ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുറ്റത്തൊക്കെ ഇച്ചിരി പണിയുണ്ടായിരുന്നു. അപ്പോൾ അതിന് അണ്ണൻ്റെ അടുത്ത് മമ്മട്ടി എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോൾ അണ്ണ അയ്യത്ത് വന്ന് എന്തൊക്കെ വെട്ടിക്കളച്ച്. പിന്നെ മമ്മട്ടി എവിടെ വെച്ചെന്ന് അണ്ണൻ അറിയത്തില്ല. അണ്ണനും ഞാനും കൂടെ മമ്മട്ടിയും തപ്പി ഇറങ്ങിയിരിക്കുക നേരം വെളുത്ത്. പ്രത്യേകതയുണ്ട്, എന്തെങ്കിലും സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതെവിടെ വെക്കുന്നതെന്ന് അണ്ണനൊരു ഓർമ്മയും കാണത്തില്ല. അതൊരു ഭയങ്കര സംഭവമാണ്. ഇപ്പോഴൊരു 10 മിനിറ്റ് മുമ്പ് എടുത്ത മൺവെട്ടീനെയാണ് ഈ പെരയുടെ മൊത്തവും തിരക്കി നടക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ പേര് വിളിച്ചു നോക്കാം. എങ്ങാനും മൺവെട്ടി പേര് വിളിക്കട്ടാലോ. കുട്ടി നമ്മളെ മൺവെട്ടീനെ കാണാതെ പോയി. അവ എങ്ങോട്ടാ പോകുന്നതെന്നുണ്ടാ? അവിടെ അല്ല പെടത്താറാവ് ഇപ്പോൾ ഉണ്ട്, അല്ല പെടക്കോഴി ഇപ്പോൾ ഉണ്ട്. അതിനെ കേട്ടാ, അതിനെ ശല്യം ചെയ്യാൻ പോയാ അവൻ കണ്ടാ. പീഡന വീരനാ അവിടുത്തെ ഏറ്റവും വലിയ പറന്ന്. അണ്ണന്റെ രോദനം. എന്റെ നമ്മട്ടി കാണുന്നില്ല. നമ്മട്ടി കണ്ടു കിട്ടി ഫൈനലി. ഗൈസ് നില്ല്. അതാണ്ട് മൺവെട്ടി ഏണിയും മൺവെട്ടിയും കൂടെ എടുത്ത് ഒരുമിച്ച് താഴെ കൊണ്ടുവരാൻ വേണ്ടി ചാരി ഗേറ്റിന്റെ അടുത്ത് കൊണ്ടുവച്ചിട്ട് ഈ ലോകം മൊത്തവും നടന്ന് മൺവെട്ടി തിരക്കിയ ബിരുദനാണ് എൻ്റെ ഹസ്ബൻഡ്. കമാൻ മണിക്കുട്ടി ഓടിയാ, നമുക്ക് താഴെയാണ് ഇന്ന് പണി. വാ ഓട് ഓട് ഓട്. കിട്ടിപ്പട്ടാളെല്ലാം താഴെ ഉണ്ട് കേട്ടോ. അത് കാരണം വയറ്റി കൂട്ടിലുമാണ്. ഒന്ന് ഇറക്കി നോക്കി, പക്ഷെ രക്ഷയില്ല. വയറ്റി പേടിച്ചോടാൻ നിൽക്കുന്നു, തുമ്പി ഓടിച്ചൊന്ന് കടിക്കാൻ നിൽക്കുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ രാവിലെ ക്ലീനിങ്ങിനൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. മുറ്റം ക്ലീൻ ചെയ്യണം. മുറ്റം ക്ലീനിങ് ഒരുവിധം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വെളിയിൽ മുറ്റത്ത് ഗേറ്റിൻ്റെ വെളിയിൽ അവിടെ റോഡിൻ്റെ സൈഡിലെല്ലാം പോച്ചയായി വാതിൽ ഭാഗം. അപ്പോൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ കണ്ട, ഇതാണ് ചാട്ടം ചാട്ടം. ഓടിയാ, ഇവിടുത്തെ ഒരേ ഒരു ബ്രീഡാണിത്. എല്ലാം കൂടെ വന്ന് നിൽക്കുന്ന നോക്കിയാണ്. എന്താ ഭംഗി കാണാൻ. ഞാനേ അണ്ണനെ പോയി ഹെൽപ്പ് ചെയ്യട്ടെ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വീഡിയോ കൂടെ എടുക്കാം. കുട്ടികളെ എല്ലാം ഗേറ്റിൻ്റെ അകത്താക്കിയിട്ട് ഞങ്ങൾ ഗേറ്റിൻ്റെ വെളിയിലോട്ട് ഇറങ്ങി. അവിടെ നോക്കിയാൽ മതി ജിമ്മി. വെളിയിൽ ഞങ്ങൾക്ക് വേറെ കൂട്ടുകാരൊക്കെ ഉണ്ടാ. എങ്ങോട്ട് തിരിഞ്ഞാലും ഇവർ തന്നെ നമ്മളെ കൂടെ. ചിങ്കരനെ കണ്ടാ, നമ്മളെ ചിങ്കരൻ. വേടാ, പേരിട്ടില്ല. എന്താ പേരിടും? വാ എവിടെയാ വാലാട്ട് നോക്കി. ചിക്കടാ എടാ ചിങ്കടാ, ഇവിടെ എടാ. രാവിലെ വന്ന് ഫുഡൊക്കെ അടിച്ചിട്ടിരിക്കുക. നേരം വിളിക്കുമ്പോൾ വരും. ഒരു 5:45 ആകുമ്പോഴത്തേ വന്നത് ഇവിടെ ഗേറ്റിൻ്റെ അടുത്ത് വന്ന് അകത്തോട്ട് നോക്കി ഇങ്ങനെ നിൽക്കും. എന്നിട്ട് നമ്മൾ ഫുഡ് എടുക്കണം. ഫുഡ് കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കറങ്ങിയൊക്കെ കളിക്കുന്നു. മാമൻ ചെറുക്കൻ്റെ മാമനാട്ടാ അത്. നിൽക്കും. സൗണ്ട് ഉണ്ടോ എന്താ പറയുന്നത്? ഇങ്ങോട്ട് വാടാള്ള, ഇവിടെ വാടാള്ള. അണ്ണനല്ലേ എപ്പോഴും ഫുഡ് കൊടുക്കുന്നത്. അണ്ണനെ കണ്ടോണ്ട് ഭയങ്കര കുഞ്ഞൊക്കെ. റോക്കി പേരിട്ടേട്ടാ, നാമകരണം കഴിഞ്ഞു. റോക്കി റോക്കി അണ്ണനെ പേരിട്ട. മുഖം കണ്ടോ ഇതോ നിൽക്കുന്നു. ആണ്ടയക്കുന്ന മമ്മിജി കുട്ടി. ഇപ്പം മാമനുമായിട്ടാണ് കറക്കം മൊത്തം. പോച്ചെല്ലാം അവിടെ സൈഡ് മൊത്തം മഴ പെയ്തപ്പോഴത്തേക്ക് എല്ലാം അങ്ങ് കാട് കയറി. അപ്പോൾ അവിടെയൊക്കെ ചെത്തി വൃത്തിയാകുന്ന പണിയാണ് ഇന്ന് ഞങ്ങൾക്ക്. ഇവിടെ എന്തോ ബഹളം? എന്തോ ഇവിടെ ഇത്ര ബഹളം? അതെന്തോ കുണ്ടിയുടെ വിളി കേട്ടോ. അടി തുമ്പാരി അടി. ഇപ്പം മേടിക്കുന്നില്ല ഇങ്ങനെ വെള്ളം. അണ്ണൻ്റെ അടുത്തോട്ടാ പോകുന്നത്. റോക്കി വാ, റോക്കി റോക്കി വാ വാ.
അതുകൊണ്ട് അമ്മിണി രാവിലെ വന്നിരിക്കുക ഫുഡിന്. ജോലി കഴിഞ്ഞാൽ ഫുഡ് തരാൻ പറ്റും. അമ്മിണി എവിടെ പോയി കടിപിടിയൊക്കെ കൂടി മുതുകൊക്കെ മുറിഞ്ഞിരിക്കുന്നു. മിറ്റമൊക്കെ ഇതുണ്ടാവും. ഇതെല്ലാം വൃത്തിയാക്കി, ഇവിടെ എല്ലാം ചെത്തി വൃത്തിയാക്കി. അണ്ണ ഇപ്പം മതിൽ തേച്ച് കഴുകാനായിട്ട് കയറിയാൽ മൊത്തം പായൽ, അതിലൊക്കെ പായൽ പിടിച്ച് നാശമായി. സമയം കിട്ടാത്തതുകൊണ്ട് അതൊക്കെ ചെയ്യാതെ. അപ്പോൾ അത് വൃത്തിയാക്കാൻ അണ്ണൻ കയറിയിരിക്കുകയാണ്. കൂരിക്ക അതുകൊണ്ട് റോഡിൽ നടന്ന് അങ്ങ് റോഡിലെല്ലാം പോകുന്നു. ഇത്രയും ദിവസം റോഡിലങ്ങ് പോകത്തില്ലായിരുന്നു. ഇന്നിപ്പോൾ റോഡിലങ്ങ് താഴോട്ടൊക്കെ പോക്ക് തുടങ്ങിയിട്ടുണ്ട്. എന്താവുമെന്ന് അറിയത്തില്ല. അവിടെ മേളിൽ കയറി മേളത്തെ റോഡിൽ. ഇപ്പം ഞങ്ങൾ താഴെ അവിടെ താഴത്തെ റോഡിൽ നിന്നേത്. ഞങ്ങൾ വിളിച്ചപ്പോഴത്തേക്ക് മേളത്തെ റോഡിൽ വന്നിട്ടുണ്ട്. ഞാൻ സോപ്പ് എടുത്തോണ്ട് വരാം. വേറെ അതിൽ വൃത്തിയാകുന്ന അണ്ണന് കാവലിൽ നിൽക്കുന്ന അമ്മിണി. എന്താ രാവിലെ അങ്ങ് നിൽക്കുന്നേ? കണ്ടു. അന്ന് രാവിലെ കുറേ പണിയൊക്കെ കഴിഞ്ഞു. താഴെ കൊണ്ടുവന്ന കുട്ടിപ്പട്ടാളങ്ങളെയൊക്കെ മേളിലും കൊണ്ടാക്കി. കാരണം ഇവിടെ ഭയങ്കര ബഹളം, അങ്ങ് കൊരയും ബഹളവും. വെളിയിൽ മറ്റേ പട്ടിക്കുട്ടന്മാരൊക്കെ വന്ന് ഇരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ബഹളം. അത് കാരണം അവരെ അങ്ങ് 4 പേരെ മേളിലാക്കി. ഇവർ 4 ആകുമ്പോൾ ഇവിടെ വലുതായിട്ട് പ്രശ്നമില്ല. അവരിങ്ങനെ കളിച്ചിരിക്കത്തേ ഉള്ളൂ. വെളിയിൽ കാണുന്നവരവർക്ക് കണ്ടങ്ങനെ പ്രശ്നമില്ല. നിമ്മേ എന്താ പെണ്ണിൻ്റെ യോ നിമ്മേ കളിക്കുന്നതാണ് കേട്ടോ. അവരങ്ങനെയാണ് രണ്ടുപേരും എപ്പോഴും കളിക്കുന്നത്. ഇവിടെ 2 പേര് കളിക്കുന്നു, ഇവിടെ 2 പേര് കളിക്കുന്നു. ഇവിടെ മതിൽ വൃത്തിയാക്കുന്നു. വെള്ളം കുറച്ച് നേരത്തേക്ക് ഓഫാക്കാൻ പറയാൻ ഓഫാക്കിയ. റാണി എന്താ മിണ്ടാതിരിക്കുന്ന അനങ്ങാതിരിക്കുന്നതെന്ന് ആരാണ്ടൊക്കെ വീഡിയോ ഇട്ടപ്പോൾ ചോദിക്കുന്നത്. അത് ഉറക്കം തൂങ്ങിയിരിക്കുമ്പോഴായിരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇപ്പം റാണിയുടെ കളിയൊക്കെ ഉണ്ടോ? ഇപ്പം നോക്കിക്കോ. എന്തിനാ ചെറുക്കനെ ശല്യം ചെയ്യുന്ന? അപ്പം വെള്ളം വയ്ക്കുന്നുണ്ടാ? അടങ്ങിയിരുന്നില്ല. ഇപ്പം അടി ഓടിക്കേണ്ടത് നോക്കിക്കോ. കേക്കോ, നിമ്മ എന്നെ ശല്യം ചെയ്യരുത്. അവനിഷ്ടമല്ല. പെണ്ണ കുരുത്തം കേട്ടത്. റാണി കളിച്ച് തളർന്ന് വീണ്ടും പോയിരുന്നിട്ടുണ്ട്. പോയി കിടന്ന് ചിരിയെ കളിച്ച് കഴിയുമ്പോൾ പിന്നെ കാല് വയ്യെങ്കിൽ ഓടിപ്പോയി കിടന്ന് കളയും മണിക്കുട്ടി. അപ്പം ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ.